മിസൈൽ മഴയ്ക്കൊപ്പം തോരാമഴയും വെള്ളപ്പൊക്കവും പ്രവാസിയുടെ ഉറക്കം കെടുത്തിയ വാരമാണ് കടന്നുപോകുന്നത്. വീക്കെൻഡ് റിവ്യൂയുടെ പുതിയ ലക്കം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. US ഇസ്രായേൽ സഖ്യം ഇറാനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷം ഒരു മാസം പിന്നിടുകയാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ ഈ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങളും തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എത്ര കാലം ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന ചോദ്യം പിന്നെയും ബാക്കിയാവുന്നു. നമ്മുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് MCA നാസർ ചേരുകയാണ്. ഒരു മാസമായി നാസർക്ക് ഇപ്പോൾ ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമ്മൾ പഠിച്ച പാഠം എന്താണ്, പഠിക്കാത്ത പാഠം എന്താണ്? ഷിനോജ്, ഇതൊക്കെ ഏതൊരു യുദ്ധം തുടങ്ങാൻ എളുപ്പമായിരിക്കും. അത് നേരത്തെ തന്നെ ഇറാനും ഇത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആരംഭിക്കുന്നത് നിങ്ങളായിരിക്കും, പക്ഷെ അത് അവസാനിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അത് ഒരു കേവലമായിട്ടുള്ള ഒരു വീരവാദം അല്ല എന്ന് നമ്മൾ ഈ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചറിയുകയാണ്. കാരണം ഇത് യുക്രൈൻ യുദ്ധം പോലെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് പല പ്രദേശങ്ങളിൽ നടന്ന ഒരു ഹ്രസ്വകാല യുദ്ധം പോലെയല്ല ഇത്. കാരണം അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഇപ്പൊ യുക്രൈൻ യുദ്ധം 4 വർഷം പിന്നിടുകയാണ്. അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വെച്ചാൽ ഒരു നിലക്കും അത് ബാധിച്ചിട്ടില്ല. അത് റഷ്യയും അതോടൊപ്പം തന്നെ യുക്രൈനുള്ള ഒരു പ്രശ്നം, അത് ഏറിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചെറിയ തോതിൽ അവരുടെ സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഒരു ഭീഷണി മാത്രമാണ്. പക്ഷേ ഈ യുദ്ധം ഒരു മാസം എത്തി നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ? ആ ഗൾഫ് മേഖലയിലെ ഓരോ മനുഷ്യരോട് ചോദിച്ചാൽ അറിയാൻ പറ്റൂ. ഇറക്കുമതി രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ സാധാരണ മനുഷ്യരോട് ചോദിച്ചാൽ മനസ്സിലാവും. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ലോകം ഉടനീളം ഈ ഒരു മാസം ഏത് വിധത്തിൽ കടന്നുപോയി എന്ന് ചോദിച്ചാൽ വളരെ വളരെ സങ്കീർണമായിട്ടുള്ളൂ. ഇനിയും ഇതൊരു 4 ആഴ്ച കൂടി തുടരും എന്നാണ് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഭീതിതമായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങളിലേക്ക് തന്നെയായിരിക്കും ഇനിയും ഈ യുദ്ധം നീളുകയാണെങ്കിൽ കാര്യങ്ങൾ പോകുക എന്നുള്ള കാര്യം ഉറപ്പാണ്. 4 വർഷമൊക്കെ ഇത്തരത്തിലുള്ള യുദ്ധത്തെ ഗൾഫ് രാജ്യങ്ങളൊക്കെ എത്രമാത്രം അതിജീവിക്കും? ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഈ മേഖല വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പൊ ഇറാൻ ആണെങ്കിൽ ഒരു 10 രാജ്യങ്ങളുമായിട്ടാണ് അതിന്റെ അതിർത്തി പങ്കിടുന്നത്. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ. ഇപ്പൊ 2003 ഇപ്പൊ അവസാനം ഈ സ്വഭാവത്തിലുള്ള ഒരു യുദ്ധം സദ്ദാം ഹുസൈനെ പുറന്തള്ളാൻ വേണ്ടി അമേരിക്ക നടത്തിയിരിക്കുന്ന അധിനിവേശം 2003. ആ 2003 കഴിഞ്ഞത് പിന്നാലെ ആ സ്വഭാവത്തിൽ ഈ മേഖലയിൽ കാര്യമായിട്ടുള്ള ഇപ്പൊ സിറിയയിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ, ലബനാനിലെ പ്രതിസന്ധി, യമനിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മൊത്തം ഒരുമിച്ച് ബാധിക്കുമാറുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ 2003 നിന്ന് ഏതാണ്ട് 20-23 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്ര നേരിടാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഏത് ശുഭാപ്തിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഒരു പൂർണ്ണമായിട്ട് നമ്മളതിനെ മറികടക്കുമെന്നൊക്കെ പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് ചെറിയ രൂപത്തിലായിരിക്കില്ല. ഇതിൽ കാരണം ഒരുപാട് എലമെന്റുകളുണ്ട്. കേവലമായിട്ടുള്ള ഒരു ഇറാൻ എന്ന ഒരു രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണം മാത്രമല്ല, ഇതിൽ ഹോർമുസ് കടലെടുക്കുക എന്നൊരു വലിയ ഒരു പ്രതീകം വന്നിരിക്കുന്നു. ആ പ്രതീകം എന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഊർജ സംവിധാനത്തിന്റെ അതോടൊപ്പം തന്നെ ലോക സമ്പദ്ഘടനയുടെ ഒക്കെയും അടിസ്ഥാന ധമനിയാണ് ഹോർമുസ് കടലെടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെങ്കടലിലെ ബാബുൽ മന്ദബിലേക്ക് അങ്ങോട്ട് കൂടി ആക്രമണം നീളുകയാണെങ്കിൽ ഉറപ്പാണ് ലോകം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം തന്നെ രൂപപ്പെടും. അപ്പൊ ഗൾഫ് രാജ്യങ്ങൾ ഏത് പ്രതിസന്ധി നമ്മൾ മറികടക്കുമെന്നൊക്കെ പറയാൻ എളുപ്പമാണെങ്കിൽ പോലും പ്രതിസന്ധി തീവ്രമാണ്, സങ്കീർണമാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഇടപെട്ടുകൊണ്ട് യൂറോപ്പും അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളൊക്കെ പറയുന്നത് ഈ യുദ്ധം ഞങ്ങളുടേതല്ല, ഇത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന്. മുമ്പുള്ള യുദ്ധം അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഗൾഫ് 1-2 യുദ്ധം നടക്കുമ്പോൾ 40ഓളം രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ അമേരിക്കക്കുണ്ടായിരുന്നു. അവരുടെ സൈനിക സഹായം ഉണ്ടായിരുന്നു, ഇന്റലിജൻസ് വിവരങ്ങൾ അവർ പങ്കുവച്ചിരുന്നു, സൈന്യത്തെ അയച്ചിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ? ഈ രാജ്യങ്ങൾ നാറ്റോ പോലും പറയുന്നത് സംഗതിയൊക്കെ ശരി തന്നെ, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളുടെ പിന്തുണ ഉണ്ടായില്ല എന്ന്. കാരണം ഞങ്ങൾക്കിതിൽ ഒന്നും നേട്ടമല്ല, നേരെ മറിച്ച് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാറ്റോ രാജ്യങ്ങൾ പോലും ട്രംപിനോട് പറയുക. നമ്മളിപ്പോൾ ഇത് ചിത്രീകരിക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വാർത്ത എന്ന് പറഞ്ഞത് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് 10 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇരുന്നതിന് ശേഷം കേൾക്കുന്ന വാർത്ത വീണ്ടും ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇസ്രായേലും US ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ വാക്കുകൾക്ക് വിലയില്ല എന്നുള്ളതാണോ വാറിന്റെ ഒരു പ്രത്യേകത?
വാക്കുകൾക്ക് വിലയില്ല എന്നത് ഓരോ ദിവസവും ട്രംപാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്, ആരോടാണ് ഇദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത്, ആരിൽ നിന്നാണ് ഒരു പ്രതികരണം കിട്ടിയിരിക്കുന്നത്, ഇതൊക്കെ ചോദിച്ചാൽ അത്ഭുതമാണ്. ഒടുവിൽ ഇറാൻ നേതൃത്വം തന്നെ തന്നോട് പറ്റുമെങ്കിൽ ആയത്തുള്ള ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പരസ്യമായിട്ട് പ്രതികരിക്കുക. അതൊക്കെ ആധികാരികമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ പരിഹാസ്യത, അതിൻ്റെ പരസ്പര വിരുദ്ധത, ഇതൊക്കെ ഒരുപക്ഷെ ലോകത്തെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഇത്ര അപക്വമായിട്ടൊക്കെ യുദ്ധം പോലുള്ള ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു ഇതിലേക്ക് എടുത്തു ചാടുമ്പോൾ ഒരു മിനിമം ആലോചന ഏറ്റവും ചുരുങ്ങിയതുണ്ടാവില്ല. ഒരു ഇത് എവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും, എങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ ഒരു വ്യക്തതയും ഇല്ല എന്ന കാര്യം ട്രംപ് ഉറപ്പിക്കുന്നുണ്ട്, നെതന്യാഹു ഉറപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ 4 ദിവസം കൊണ്ട് ആക്രമണം അവസാനിക്കും. ഇന്നിപ്പോൾ ഒരു മാസത്തിൽ എത്തി നിൽക്കുക. അപ്പോൾ ഒരു ചിന്തയുമില്ല ഇതിൻ്റെ അനിശ്ചിതാവസ്ഥ എത്രയാണ്, ഇത് ഏത് അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ള യാതൊരു ഇതില്ല. ഷിനോജ് പറഞ്ഞ പോലെ ഇപ്പോൾ 10 ദിവസത്തെ സാവകാശം കൂടി കൊടുത്തു ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള. നേരത്തെ 5 ദിവസം കൊടുത്തിരുന്നു. അത് ട്രംപ് തന്നെ ഇറാൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് മാറ്റിയതാണ്. ആര് അഭ്യർത്ഥിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്നിട്ട് ആ 10 ദിവസം കൂടി കൊടുത്തതിൻ്റെ തൊട്ട് ആ പ്രഖ്യാപനം വന്ന് ഒരു ദിവസമായിട്ടില്ല. അതിന് മുമ്പാണ് ഇസ്രായേൽ കയറി അവിടുത്തെ ഏറ്റവും വലിയ ഹെവി വാട്ടർ ഫെസിലിറ്റിക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെ സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു. ഉരുക്ക് വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉരുക്ക് വ്യവസായ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഇറാനും അതേ പ്രതികരണം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ അമേരിക്കയുടെ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ഞങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കും, അവിടെ നിന്ന് ആളുകൾ മാറണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. പക്ഷെ ഇത് സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കേണ്ടത്? അമേരിക്കയും ഇസ്രായേലും അവർ തോന്നിയതുപോലെ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിന് വിരുദ്ധമായിട്ട് ഇസ്രായേലും നീങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരകളാകുന്നത് സാധാരണ ഇപ്പം തന്നെ 2000-ലധികം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു, 1200-ലധികം പേർ ലെബനാനിൽ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ഔദ്യോഗിക കണക്ക് മാത്രമാണ്. പരിക്കേറ്റവർ ഇറാനിൽ മാത്രം 20,000-ന്റെ മുകളിൽ, ഏതാണ്ട് 4000-5000 പേർക്കെങ്കിലും ലെബനാനിൽ പരിക്കേറ്റു. അപ്പോൾ സാധാരണ മനുഷ്യർ കൊന്നൊടുക്കപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ. ഇപ്പോൾ ഫെബ്രുവരി 28 ആദ്യം എന്താണ് കൊല്ലപ്പെട്ടത്? 180 കുട്ടികളാണ്. 180 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആരാണ് ഈ യുദ്ധത്തിന്റെ ഇരകൾ എന്ന് വെച്ചാൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോൾ ഈ പെട്രോളും പ്രകൃതിവാതകത്തിനും വേണ്ടി ഓടുന്ന സാധാരണ മനുഷ്യർ, അത് കിട്ടാതിരിക്കുമ്പോൾ അവർ ഭ്രാന്തമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ്. വില കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ശ്രീലങ്ക, നേപ്പാൾ എല്ലാവരും ഇതിന്റെ ഇരകളായിട്ട് മാറുകയാണെന്നുള്ളത്. അന്താരാഷ്ട്ര മാരിടൈം ലോകൾക്ക് എതിരാണ് ഇത്തരമൊരു ഡിമാൻഡ് എന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന് ഈ ഒരു ആവശ്യത്തെ നാസർക്ക് കാണുന്നത്? പക്ഷേ ഇതിപ്പോൾ 980 മുതൽ 88 വരെ 8 കൊല്ലമാണ് ഈ ഇറാഖിനെതിരെ ഇറാൻ യുദ്ധം ചെയ്തത്. ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ഹോർമുസ് കപ്പൽപാത ഒരു വലിയ പ്രതീകമായിട്ട് മാറുകയോ അവിടെ ഏതെങ്കിലും നിയന്ത്രണങ്ങളോ മറ്റോ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല നീണ്ട കാലത്തെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും. പക്ഷേ ഇത്തവണ ഇതൊരു വലിയ പ്രതീകമായിട്ട് മാറുന്നത് ഇതിന്റെ പ്രാധാന്യം കുറെ കൂടി ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അന്തർദേശീയ തലത്തിൽ ഇതിന്റെ ചലനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. സ്ട്രാറ്റജിക്കൽ ഒരു തീരുമാനമായിരിക്കും അത്. ഗൾഫ് രാജ്യങ്ങളിലെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊക്കെ തിരിച്ചറിവുണ്ടാവും. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു ബ്ലാക്ക് മെയിൽ, അപ്പോൾ സൗദി UAE ഒക്കെ കുറ്റപ്പെടുത്തുന്നതാണ്, ഈ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമായിട്ട് ഇനിയും മുന്നോട്ട് പോകരുത്, കാരണം ഇത് ശരിയായ രീതിയല്ല. കാരണം ഞങ്ങളുടെ ഒരു പരമാധികാരം, ഞങ്ങളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ഒരു വിനിമയ വിപണിയുടെ ഒരു താല്പര്യങ്ങൾ, ഇതൊക്കെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ പറയുന്നത് അന്താരാഷ്ട്ര നിയമപരമായിട്ട് നോക്കിയാൽ തങ്ങൾക്കാണ് ഇത് വാലിഡ് ഒരു പോയിന്റ് ഉള്ളത്. അതുകൊണ്ടാണ് തങ്ങളുടെ ഒരു പരമാധികാരം അന്തർദേശീയ സമൂഹം തന്നെ അംഗീകരിക്കണം, എങ്കിൽ മാത്രമേ യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറൂ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ലോജിക്കലായിട്ട് നോക്കിയാൽ ഈ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഏറ്റവും സുഗമമായിട്ടുള്ള ഒരു കപ്പൽ പാത എന്ന നിലയ്ക്ക് അത് അങ്ങനെ തന്നെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കണം എന്നാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കും. അവിടെ വലിയൊരു തുക ഏർപ്പെടുത്താനോ ചുങ്കം പിരിക്കാനോ ഏതെങ്കിലും രാജ്യം, ഇറാനല്ല ഇനിയിപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങൾ തുനിഞ്ഞാൽ പോലും അതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധികൾ ലോകത്തുണ്ടാക്കും. അത് ഈ ചരക്ക് വിനിമയത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും, സമ്പദ്ഘടനയെ ഉലയ്ക്കും എന്നൊക്കെയാണ് മറുവാദങ്ങളും വരുന്നത്. പക്ഷേ ഇറാൻ
ആവശ്യപ്പെടുന്നതും പിന്നെ ഈ ഒരു അവകാശം തങ്ങൾക്ക് പതിച്ചു കിട്ടണം, തങ്ങളുടെ നിയന്ത്രണം ആ മേഖലയിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ അവിടെ അതോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് കാർഗ്. ആ കാർഗ് ദ്വീപിൽ നേരത്തെ ഒരു ആക്രമണം നടന്ന അത് സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു. പക്ഷേ ഇറാന്റെ 90% എണ്ണ ടെർമിനൽ എന്നത് ഈ കാർഗ് ദ്വീപാണ്. അത് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം അമേരിക്ക കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ തീരുമാനിക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം സൈന്യത്തെ ഈ മേഖലയിൽ ഇറക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് വൈകിട്ട് നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കിയത് അങ്ങനെ യുദ്ധത്തിലേക്ക് നീങ്ങാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന്. പക്ഷെ ഇതൊക്കെ അമേരിക്ക പറയും, അതേസമയം ഇതൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പേടിയുള്ളത് കൊണ്ടായിരിക്കും വലിയ തോതിൽ സൈനിക മുന്നൊരുക്കങ്ങൾ ഇറാനും ആ മേഖലയിൽ നടത്തുന്നുണ്ട്. കൂടുതൽ രക്തരൂഷിതമായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും. അങ്ങനെ കരയുദ്ധം വരികയാണ്. അത് വരികയാണെങ്കിൽ മേഖലയെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതില്ലാതെ മറികടക്കാൻ ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ പ്രയോഗതലത്തിൽ വിജയിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം. ഇപ്പോൾ ഇറാന്റെ എണ്ണ മറ്റുള്ളവരെ വാങ്ങാൻ US അനുവദിക്കുന്നില്ല. അതേസമയം മറ്റുള്ളവരുടെ എണ്ണക്കച്ചവടം നടക്കുന്നത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നതിൽ ഇറാന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും. ഇതിലിപ്പോൾ ഈ ഊർജ്ജ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി വളരെ സങ്കീർണമാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കരുതിയതിനേക്കാളും അപ്പുറമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ റഷ്യയിൽ നിന്ന് പിന്നെ എണ്ണ വാങ്ങുന്നതിന് അദ്ദേഹം ഇന്ത്യക്കൊക്കെയും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഒടുവിൽ ചെറിയ ചില ഇളവുകൾ മാത്രമാണ് നൽകിയത്. ഇപ്പൊ ഉദാരമായിട്ട് വാങ്ങിക്കോളാൻ പറയാം. അപ്പൊ ഫലത്തില് ഇപ്പം റഷ്യ വലിയ കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ മെയിൻ പ്രശ്നം അതാണ്. കാരണം യുക്രൈൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ റഷ്യയെ ദുർബലപ്പെടുത്തുന്നതിന് പകരം റഷ്യ കൂടുതൽ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പം ട്രംപ് സ്വീകരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിന് അവരെ പിന്മാറ്റുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പം ഇപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഇറാനുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അവരുടെ എണ്ണയോ മറ്റൊന്നും വലിയ തോതിൽ പ്രതിസന്ധി അവർ നേരിടുന്നില്ല. ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ കപ്പലിനും ആ കപ്പലിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ അനുമതി കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് 2000-ഓളം കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പം കാത്തുകെട്ടി കിടക്കുന്നത്. 20,000-ത്തിലധികം കപ്പൽ ജീവനക്കാരുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി വളരെ വളരെ വലുതായിട്ട് മാറുകയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കുക എന്നത് അപ്പോൾ ഇറാന്റെ ഒരു എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ ഭൂവിസ്തൃതിയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും നിർണായകമായ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കപ്പൽ പാതയാണെന്ന്. ഇപ്പൊ സൂയസ് കനാലിന് ഈജിപ്ത് പിന്നെ ഒരു കപ്പൽ കടന്നു പോകുന്നതിന് വലിയൊരു എമൗണ്ട് പിരിക്കുന്നുണ്ട്. അത് അന്തർദേശീയ മാനദണ്ഡങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സൂയസ് കനാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നിശ്ചിത ശതമാനം തുക ഈജിപ്ത് പിരിച്ചെടുക്കുന്നത്. ഇത് ലോകം അംഗീകരിച്ചതാണ്. അപ്പൊ അതേ അവസ്ഥ ഇവിടെയും വരണമെന്നാണ് ഇപ്പോൾ ഇറാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇറാൻ അത് അത്തരം ഒരു അവസ്ഥ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഇറാന് കപ്പം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഇറാൻ കൂടുതൽ സാമ്പത്തികമായിട്ട് ശക്തി ആർജിക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടി അമേരിക്കക്കുള്ളത് കൊണ്ട് അത് ഒരു നിലക്കും വകവെച്ച് തരില്ല എന്നാണ്. ഈ 5 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം അതായിരുന്നു. ഈ കപ്പൽപാതയിലൂടെയുള്ള ഞങ്ങളുടെ പിന്നെ പരമാധികാരം അത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കണം. അതോടെ യുദ്ധത്തിന് അറുതി വരുത്തണം, പൂർണ്ണമായി ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് വേണം. ഈ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊക്കെ നഷ്ടപരിഹാരം വേണം. ഇതൊക്കെയാണ് ഇറാന്റെ ആവശ്യം. പക്ഷെ ഇതൊരു നിലക്കും അമേരിക്കക്ക് സ്വീകാര്യമാവില്ല. അമേരിക്ക മുന്നോട്ട് വെച്ചതോ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പിന്നെ നിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കണം, മൊറട്ടോറിയം വേണം. അതോടൊപ്പം തന്നെ ആണവ പദ്ധതികൾ അതിൽ നിന്ന് പരമാവധി പിൻവാങ്ങണം, അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം വളരെ കുറച്ച് കൊണ്ടുവരണമെന്ന് ഇറാന് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത നീക്കങ്ങൾ, തീരുമാനങ്ങൾ, ഉപാധികളായിട്ട് അമേരിക്ക. അപ്പൊ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു ഫോർമുല, ഒരു പൊതു പിന്നെ സ്വീകാര്യമായ ഒരു മാനദണ്ഡം ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം ഒരു പക്ഷേ അനിശ്ചിതമായി തുടർന്നേക്കുമെന്നൊരു ആശങ്ക രൂപപ്പെട്ടിരിക്കും. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് രാജ്യങ്ങളുടെ പ്രതിസന്ധിയാണ്, രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധിയാണ്. ഇത്രയും ദിവസത്തിനിടയിൽ ഗൾഫിലെ പ്രവാസികൾക്കുണ്ടായ പ്രതിസന്ധിയും അവരുടെ സാമ്പത്തിക നിലയിലുണ്ടായിരുന്ന പ്രതിസന്ധി കൂടി ചർച്ച ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. എന്താണ് ഗൾഫിലെ പ്രവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ പറഞ്ഞപ്പം വലിയ പിന്നെ ഇങ്ങോട്ട് നിരവധി ആക്രമണങ്ങൾ UAE-യിലേക്ക് വന്നു. സൗദി, കുവൈത്ത്, ഖത്തർ, ഒമാൻ ഒക്കെ ആക്രമണങ്ങൾ വന്നു. പക്ഷെ ഫലപ്രദമായിട്ട് ഈ രാജ്യങ്ങളുടെ പ്രതിരോധ സേനകൾ എത്ര സജ്ജമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് കടന്നു പോകുന്നത്. കാരണം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും നിരവധിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ മരണം
ചുരുങ്ങിയ ആ മരണത്തെ നമ്മൾ ചെറുതായി കാണുക, അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഇപ്പോൾ UAE-ലാണ്. 11 പേര് മരണപ്പെട്ടു. എല്ലാ രാജ്യക്കാരും അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സ്വദേശികളെ മാത്രമല്ല, വിദേശികളെയും എല്ലാവരും ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. പക്ഷേ എങ്കിലും ഈ പ്രതിസന്ധി മറികടക്കപ്പെടും. നമ്മൾ നേരത്തെ കോവിഡിനെയും സാമ്പത്തിക മാന്ദ്യത്തെയൊക്കെ രാജ്യങ്ങൾ മറികടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മറികടക്കുമെന്ന ഒരു ശുഭാപ്തിയുണ്ട്. അതുകൊണ്ട് ഇത് ഈ പെട്ടെന്ന് ഇപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അത് നേരെയാകാൻ എടുക്കുന്ന ഒരു സാവകാശം, അതിന്റെ മാത്രമേ പ്രശ്നമുണ്ട്. അതെല്ലാം ഈ അനിശ്ചിതമായിട്ട് യുദ്ധം പോവുകയാണെങ്കിൽ അത് ചരക്ക് നീക്കത്തെ ബാധിക്കും, അത് ഷിപ്പിങ്ങിനെ ബാധിക്കും, അതോടൊപ്പം തന്നെ മറ്റ് ലോജിസ്റ്റിക് സംവിധാനങ്ങളെ ബാധിക്കും. എല്ലാ മേഖലകളിലേക്കും അത് വരും. ഹോട്ടൽ വ്യവസായത്തെ ബാധിക്കും, ടൂറിസത്തെ ബാധിക്കും. അപ്പൊ അത്തരമൊരു അനിശ്ചിത കാലത്തേക്ക് ഇത് കൊണ്ടുപോകരുത് എന്നുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്, അമേരിക്കക്ക് താല്പര്യമുണ്ട്. എല്ലാവർക്കും ഒരേ വികാരത്തിലാണ് അവർ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ ആര് മുൻകൈ എടുക്കും എന്നൊരു ചോദ്യം മാത്രമാണ്. അപ്പോൾ മലയാളികളും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തീർന്നു കിട്ടും, ഈ പ്രതിസന്ധി നമ്മൾ മറികടക്കും എന്നൊക്കെ. ശുഭാപ്തിയുള്ളവർക്ക് പോലും പിന്നെ ഇത് അനിശ്ചിതമായിട്ട് നീളുകയാണെങ്കിൽ പ്രതിസന്ധി കുറെ കൂടി സങ്കീർണമാവുന്നുള്ള ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. നമ്മൾ എത്ര അതിനെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ ശ്രമിച്ചാൽ പോലും. ഏതെങ്കിലും 3 രാജ്യമോ 4 രാജ്യമോ ചേർന്നുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് നമ്മളുടെ അടുക്കളയിലേക്കും നമ്മളുടെ പോക്കറ്റിലേക്കും വരെ എത്തുന്ന ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കുക, സമാധാനം പുലരുക എന്നുള്ളൊരു ആശയാണ് എല്ലാവരും വെച്ചു പുലർത്തുന്നത്. അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിക്കിൻ്റെ അറേബ്യയിൽ ചെറിയൊരു ഇടവേള.